സ്ട്രേഞ്ചർ ആയിട്ടുള്ളൊരു വ്യക്തി നിങ്ങളുടെ അടുത്ത് സെക്ഷുവലി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ബിഹേവ് ചെയ്യേണ്ടത്? അതാണ് നമ്മുടെ ചോദ്യം. നമുക്കിവിടെയുള്ള പെൺകുട്ടികളോട് ചോദിച്ചു നോക്കാം, അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ, അവരെങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത്, ഇതിൽ നിന്നൊരു മുക്തി കിട്ടാനായിട്ട് എന്ത് സൊല്യൂഷനാണ് എടുക്കാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. സ്ട്രേഞ്ചർ ആയിട്ടൊരു വ്യക്തി നിങ്ങളോട് സെക്ഷലി എന്തെങ്കിലും അപ്രോച്ച് ചെയ്തെങ്കിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യാം? നോ കോമൺ സെൻസ് അല്ല. എങ്ങനെ റിയാക്ട് ചെയ്യാം? എതിർക്കും, ഇഷ്ടമില്ലെങ്കിൽ എതിർക്കും. നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും എന്തെങ്കിലുമൊക്കെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴും ബസ്സിന്ന് ചെറുതായിട്ടും ഉണ്ടാവാറുള്ളതാണല്ലോ. ഈ ഒരു സംഭവം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിന് എന്താണ് ചെയ്യാൻ പറ്റുക? ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ ഒരു സിനിമയിൽ തന്നെ പെണ്ണുങ്ങളെ സെക്സ്വലി യൂസ് ചെയ്യാൻ മാത്രമായിട്ട് പെണ്ണുങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം. പണ്ട് തൊട്ടേ ഉള്ളതാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മാറ്റം വരാൻ എന്താണ് ചെയ്യാൻ പറ്റുക? സിനിമയിൽ തന്നെ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നതാണെങ്കിൽ ഞാനങ്ങനെ പറയുന്നല്ല, പക്ഷെ മെയിൽ വ്യൂസിലൂടെ കാണുന്ന പോലെയാണ് ഇപ്പോൾ സിനിമയൊക്കെ അധികവും ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം എന്നാലും ഞാൻ 2-3 സിനിമ അല്ലാണ്ട് കണ്ടിട്ടുണ്ട്, സന്തോഷം വരുന്നുണ്ട്, മാറി വരുന്നുണ്ട്. എന്നാലും അറിയാൻ പറ്റത്തില്ല, ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇത് മാറി വരുന്നൊന്നും മാറ്റമില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. ടൈം എടുക്കും. അതിനെതിരെ ഒരു ഗേൾ എന്ന രീതിയിൽ എന്താണ് ചെയ്യാൻ പറ്റുക നമുക്ക് സമൂഹത്തിന്? എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് ഇതിനെപ്പറ്റി ഒക്കെ പറയാൻ പറ്റും. പിന്നെ എനിക്ക് എന്താ അനുഭവം ഉണ്ടെങ്കിൽ അത് എതിർക്കാൻ പറ്റും. വേറെന്താ ചെയ്യാൻ? പെൺകുട്ടികൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാതാപിതാക്കളോട് പറയാൻ മടി, അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ മടി, എന്തായിരിക്കാം മടി വരാനുള്ള കാരണം? എങ്ങനെ കാണും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ അതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ആരെങ്കിലും സപ്പോർട്ട് ഇല്ലാതെ ഒറ്റയ്ക്ക് ഒന്നും കൊണ്ടുപോകാനാവില്ല. വീട്ടുകാരോടാണെങ്കിലും തുറന്നു പറയാൻ പറ്റിയ ആരെങ്കിലും വേണം. ഇപ്പോൾ ഒരു സ്ട്രേഞ്ചർ ആയിട്ടൊരു വ്യക്തി സെക്ഷുവലി ഇപ്പോൾ ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്ത് മറുപടി അറിയാം, എങ്ങനെയായിരിക്കും നിങ്ങൾ റിയാക്ട് ചെയ്യുക? ഐ ഡോണ്ട് അക്സെപ്റ്റ്. ഞാൻ പൊതുവേ സ്ട്രേഞ്ചേഴ്സിനോട് ഇന്ററാക്ട് ചെയ്യാൻ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ഐ ഡോണ്ട് ഇന്ററാക്ട് വിത്ത് സ്ട്രേഞ്ചേഴ്സ്. എന്നാലും ഭയങ്കര മോശം അനുഭവങ്ങൾ ഇപ്പോൾ ചെറിയ കുട്ടികൾ വീട്ടിൽ നിന്ന് തന്നെ ഭയങ്കര, ഇപ്പോൾ ഗേൾസിൻ്റെ ഒരു അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തു നിന്നും സെക്ഷുവലി അബ്യൂസ് കുറേ കിട്ടാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് സർവൈവ് ചെയ്യാനായിട്ട് എന്താണ് ഇനി ചെയ്യാൻ പറ്റുക? ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ സിനിമ ഫീൽഡിൽ തന്നെ ഒരുപാട് പെൺകുട്ടികൾ നടിമാരൊക്കെ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള സംഭവങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഒരു ഗേളിന് സ്ഥിതിക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റുക എന്നുള്ളൊരു ഇതുള്ള എന്താണ്? എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഐ ഡോണ്ട് നോ. എനിക്ക് സെൽഫ് ഡിഫെൻസ് എത്രത്തോളം ഇതാവുമെന്ന് എനിക്ക് തോന്നണില്ല. എല്ലാവരും അത് പറയുമ്പോഴും ഐ ഡോണ്ട് തിങ്ക്. അല്ല, ചെയ്യാം, അങ്ങനെയല്ല. നമുക്ക് ആ ഒരു ഇൻസ്റ്റന്റ്ലി ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. അത് എൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്ന് ഞാൻ പറയാണ്. അല്ലാണ്ട് നമുക്ക് കുറച്ച് ക്ലെവർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ചിലപ്പോൾ അല്ലെങ്കിൽ സ്കൂളുകളിൽ ഇതിന് സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി മാറുന്നു തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല, ലൈക്ക് നമുക്ക് അവയർനെസ് ക്ലാസ്സസ് എന്തായാലും വേണം, കുറേ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട്. എന്നാലും പാരന്റിങ് കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കണം. ഇപ്പോഴും പാരൻസ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും എനിക്കാണെങ്കിലും പാരൻസിന് ഇപ്പോഴും അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മടി കാണുന്നുണ്ട്. അത് പറഞ്ഞ് അതൊരു നോർമലൈസ് ആവണം. പാരന്റിങ് ആണ് കുറച്ചും കൂടി നല്ല ഇതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതിലും നമുക്ക് പാരൻസ് തരുന്ന എഡ്യൂക്കേഷനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. അത് തന്നെ ആയിരിക്കും. ഇപ്പം മുംബൈയിലും ബാംഗ്ലൂരൊക്കെ പോകണം, ഇവിടെയും മറ്റേ വിദ്യാലയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ അംഗീകൃത അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി മാറ്റം വരുന്നു തോന്നുന്നുണ്ടോ? ഐ ഡോണ്ട് തിങ്ക്. എനിക്കതിലൊരു ഒപ്പീനിയൻ പറയാനായിട്ട്. ഒരു അപരിചിതനായ ഒരു സ്ട്രേഞ്ചർ ആയിട്ടൊരു വ്യക്തി സെക്ഷലി ചോദിച്ചു എന്തായിരിക്കും ചേച്ചിയുടെ ഒരു റിയാക്ഷൻ? നോന്ന് തന്നെയാണ് പറയേണ്ടത്. നമ്മൾ നോന്ന് പറയേണ്ട സ്ഥലത്ത് നോന്ന് പറഞ്ഞേ പറ്റുള്ളൂ. നമ്മുടെ റിയാക്ഷനിലായിരിക്കും അവരുടെ. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഈ ഒരു പെൺകുട്ടികളെ വെറുതെ സെക്ഷലി ഒരു ഉപകരണങ്ങൾ മാത്രമാക്കിയാണ് കണ്ടുവരുന്നത്. ഒരുപാട് ഇപ്പോൾ സിനിമയുടെ ആയാലും ഏത് ഫീൽഡിലായാലും പെൺകുട്ടികൾ നേരിടുന്ന ഒരു സംഭവമാണ്. ഇതില്ലാതാവാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? എന്താണെന്ന് വെച്ചാൽ കോൺഫിഡൻസ്, കാരണം സെൽഫ് കോൺഫിഡൻസ് വേണം ഒന്നാമത്. പിന്നെ ഞങ്ങൾ പേടിക്കാൻ പാടില്ല, സ്ത്രീകൾ ഒരിക്കലും പേടിക്കാൻ പാടില്ല. എല്ലാ മേഖലകളിലും പേടി പാടില്ല. നോന്ന് പറയേണ്ട സ്ഥലത്ത് നോന്ന് മുഖത്ത് നോക്കി പറയാൻ
നോക്കുക, ധൈര്യമായിട്ട് പറയാൻ നോക്കുക. ഇപ്പൊ ചെറിയ പെൺകുട്ടികളായാലും ഒരുപാട് അവരുടെ റിലേറ്റീവ്സിൽ നിന്ന് തന്നെ മോശം അനുഭവങ്ങൾ കിട്ടാറുണ്ട്. പക്ഷെ അവരൊന്നും അമ്മമാരോടോ അല്ലെങ്കിൽ ചേട്ടന്മാരോടോ ആരോടും പറയാറില്ല. അതെന്തായിരിക്കും അവർക്ക് ഇത്ര പേടി? എന്തെന്ന് വെച്ചാൽ പേടി എന്തെന്ന് വെച്ചാൽ ഒന്നാമത്തത് അച്ഛനും അമ്മയും ചിലപ്പം വീട്ടിലെ മീൻസ് പഠിക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിലായിരിക്കും. അപ്പോൾ അവർക്ക് പേടിയായിരിക്കും അച്ഛനോട് അമ്മയോട്. പക്ഷേ ഞാൻ പറയുന്നത് അച്ഛനും അമ്മയും മക്കളോട് നല്ല സ്നേഹത്തോടെ ഫ്രണ്ട്സിനെ പോലെ പെരുമാറുന്നുണ്ടെങ്കിൽ ഏതൊരു കുട്ടിയും ഒരു അച്ഛനും അമ്മയോട് തുറന്ന് സംസാരിക്കാനുള്ള ഇതുണ്ടാവും. സ്ട്രേഞ്ചറായിട്ട് ഒരാള് സെക്ഷലി ചോദിച്ചാൽ എന്ത് മറുപടിയാണ് ചേച്ചി കൊടുക്കുക? സ്ട്രേഞ്ചറായിട്ടുള്ള ആള് സെക്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടിയാണ് കൊടുക്കുക? ഇപ്പൊ ഒരുപാട് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ തീർച്ചയായിട്ടും നമ്മളെ നോ ആയിരിക്കുമല്ലോ പറഞ്ഞത്. തീർച്ചയായിട്ടും നോ തന്നെയാണ്. എങ്ങനെയാണ് പെൺകുട്ടികൾ പ്രതികരിക്കേണ്ടത്? അത് അയാൾ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നമ്മൾ പെരുമാറുന്നത്. ഇപ്പൊ പല പെൺകുട്ടികളും ഇപ്പൊ തുറന്നു പറയാതെ വർഷങ്ങൾക്ക് ശേഷം പറയുന്നതോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. അപ്പൊ നമുക്ക് അന്നേരം ഒരു സംഭവം ഉണ്ടായി അന്നേരം തന്നെ പറയണം. പിന്നെ ഇപ്പൊ തന്നെ കണ്ടില്ലേ പല പല മീഡിയാസിൽ വെച്ച് ആൾക്കാരെ, അത് വളരെ മോശകരമായ ഒരു കാര്യമാണ്. കാരണം ഇവർക്ക് പേഴ്സണലി ഉള്ള എന്തോ ഒരു വിരോധത്തിന്റെ പേരിലായിരിക്കും ഇവർ വർഷങ്ങൾ കഴിഞ്ഞ് പറയുന്നത്. നമ്മൾ ഒരാൾക്ക് ഒരു സംഭവം ഉണ്ടായി അത് അന്നേരം തന്നെ പ്രതികരിക്കുക, അല്ലെങ്കിൽ ഒരു 1 month ഒക്കെ വരെ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാം. അത് കഴിഞ്ഞ് പ്രതികരിക്കുന്നെന്ന് പറഞ്ഞാൽ അവരെ ഏതെങ്കിലും രീതിയിൽ അത് മോശപ്പെടുത്താൻ വേണ്ടി തന്നെ ഉള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ചെറിയ പെൺകുട്ടികളൊക്കെ ഒരുപാട് അബ്യൂസിങ് നടക്കുന്നുണ്ട്. ബസ്സിലെല്ലാം നടക്കുന്നത്. പക്ഷെ ഇവര് തുറന്ന് അമ്മയോടോ വീട്ടിൽ പറയണമെന്നുണ്ടെങ്കിൽ വീട്ടുകാർ ആ കുട്ടിയായിട്ട് നല്ല അടുപ്പം ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മുടെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുഞ്ഞിനോട് ആ സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അത് ചോദിച്ച് മനസ്സിലാക്കണം. അതല്ല നാട്ടിലാണെങ്കിലും നമ്മളൊരു കുട്ടിയെ നമുക്കൊരു അയലത്തുള്ളൊരു വീട്ടിൽ പോലും നമുക്ക് ഏൽപ്പിച്ചു പോകാൻ പറ്റിയൊരു ഒരവസ്ഥയല്ല ഇത്. പക്ഷേ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഹൈഡ് ചെയ്യും, പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ മുതിർന്ന ആൾക്കാരുടെ കാര്യമാണെങ്കിൽ, അതായത് ഒരു 20 വയസ്സിനൊക്കെ ശേഷം ഒരു 18 വയസ്സിന് ശേഷമുള്ളവരാണെങ്കിൽ പ്രതികരിക്കണം. അതിനുശേഷം താഴെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് പറയാൻ പറ്റില്ല, അവർക്ക് പേടി കാണും. അത് സമൂഹം അറിഞ്ഞാൽ അവർ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളത്. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ മോളോട് പറഞ്ഞു കൊടുത്തത് നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നീ തുറന്ന് പറയണം. അങ്ങനെ തന്നെ പറഞ്ഞിട്ട് അതിനകത്ത് ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ നമ്മളെ മോശക്കാരിയാക്കുക എന്ന് പറഞ്ഞ് നമ്മളങ്ങ് മോശക്കാരാവുന്നില്ല. അത് സ്വാഭാവികമായിട്ട് നമ്മളെ മോശക്കാരി അല്ലെങ്കിലും പോലും ആൾക്കാർ പറയും. ഇപ്പോൾ തുറന്ന് പറയാൻ ചില കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നില്ല, ചില അവസ്ഥകൾ കൊണ്ട് ചില കാരണങ്ങൾ കൊണ്ട് പറ്റുന്നില്ല. എല്ലാവർക്കും തുറന്ന് പറയാൻ പറ്റില്ല. ഓക്കെ താങ്ക് യു. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇപ്പോൾ ഒരുപാട് ഇതിപ്പോൾ പെണ്ണുങ്ങളുടെ പേര് അതിക്രമങ്ങൾ ഉണ്ടായി. അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു പേഴ്സണലി ഒരു സ്ട്രേഞ്ചർ വ്യക്തി സെക്ഷലി വന്ന് ബിഹേവ് ചെയ്ത് നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നമ്മൾ പറയും സ്പോണ്ടേനിയസ് ആയിട്ട് അടിക്കും, പക്ഷെ പറ്റില്ല, പാനിക്കാവും നമ്മൾ എന്തായാലും. പക്ഷേ ഓൾ ഓഫ് എ സഡൻ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ പറയും. ഇപ്പോൾ ഉള്ള ഈവൻ അറിയാവുന്ന ആൾക്കാർ പോലും അങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടായിട്ട് മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞാൽ പോലും അവർ മിണ്ടാൻ ആവാത്തത് വീട്ടിലത്തെ ആൾക്കാർ ഫാമിലി ഡിഗ്നിറ്റി അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നമ്മൾ പ്രതികരിച്ചാലോ എന്തെങ്കിലും ചെയ്താലോ ആൾക്കാർ ചെയ്യുന്നത് നിർത്തും. നമ്മുടെ ലോ ഒന്നും എന്തായാലും മാറാൻ പോകുന്നില്ല, ഇതിങ്ങനെ തന്നെ പോവും മാക്സിമം. പിന്നെ ഈ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രതികരിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? കാരണം നമ്മുടെ കൂടെ ആരും നിൽക്കില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ നമുക്ക് പെട്ടെന്ന് ആൾക്കാർ വരുമ്പോൾ ഒരു ഉൾഭയം, അതിനുള്ള സാധനം വെച്ചാൽ ഡിഫെൻസീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കോച്ചിങ്സ് ഒക്കെ വുമൻസിനെന്ന് മാത്രം പറയുന്നില്ല, ആണുങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്. ഉപദ്രവിക്കുന്നവർക്കെതിരായിട്ട് എന്തെങ്കിലും ഡിഫെൻസീവ് മെക്കാനിസം ഒക്കെ പഠിക്കാനുള്ള ഒരു ഇത് ചെറിയ കുട്ടികൾക്കെതിരെയും ഈ ഒരു ഇതും അതിക്രമങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവരൊന്നും പാരന്റ്സിനോട് പറയണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. എന്തുകൊണ്ടായിരിക്കും അവർക്ക് ആ ഒരു പാരന്റ്സിനോട് പറയാൻ പറ്റാത്ത ഒരു ഇതിലേക്ക് അവർ ഒതുങ്ങി പോകണം? എന്തുകൊണ്ടായിരിക്കും? ഇപ്പോഴത്തെ ജനറേഷൻ വെച്ചിട്ട് പിള്ളേര് പാരന്റ്സിനോട് ഒട്ടും അറ്റാച്ച്ഡ് അല്ല. നമ്മൾ കാണുന്നതാണല്ലോ, പിള്ളേര് കൂടുതലും ഫ്രണ്ട്സിനോടും മൊബൈൽ ഫോൺസിനോടും ആണ് കൂടുതൽ അറ്റാച്ച്മെന്റ്. അപ്പോൾ അവർ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കും പറയുക, ഫാമിലിയുടെ അടുത്ത് പറയുന്നുണ്ടാവില്ല. ഒരു ബെറ്റർ ഇപ്പം എൻ്റെയൊക്കെ ഒരു ഇതിൽ വെച്ച് ഞാനൊക്കെ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് എല്ലാം ഷെയർ ചെയ്യും. പക്ഷേ എൻ്റെ ഒരു അനിയത്തിയുടെയൊക്കെ ഒരു ജനറേഷൻ വന്നപ്പോൾ അവർ കൂടുതലും മിണ്ടാറില്ല, അവർ അവരുടേതായിട്ടുള്ള ലോകത്തിലാണ്. അതിൽ നിന്ന് കുറച്ച് മാറ്റം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രം പറയണ കാര്യങ്ങൾ പാരൻസിൻ്റെ അടുത്തും കൂടെ പറഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരു സ്ട്രേഞ്ചർ ആയിട്ടൊരു വ്യക്തി വന്ന് സെക്ഷുവലി ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? എന്ത് റിയാക്ഷൻ സെക്ഷുവലി നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? ഇഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ നമുക്ക് താല്പര്യമുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ നേരിടുന്ന സംഭവമാണ്. ഇപ്പോൾ എവിടെ ആയാലും ഏത് മേഖലയിലും സിനിമ ആയാലും എന്തായാലും പെൺകുട്ടികൾ ഇപ്പോൾ ഈ നേരിടുന്ന സംഭവമാണ് സെക്ഷുവലി അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവം. ഇപ്പോൾ ഇത് ഇല്ലാണ്ടാവാൻ എന്താണ് ചെയ്യാൻ പറ്റുക? ഒരു ഗേൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് പറയാൻ പറ്റില്ല, അവരുടെ ചിന്താഗതി ഒന്ന് മാറ്റാനേ പറ്റത്തുള്ളൂ. എന്നാലും ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ എത്ര വർഷം മുമ്പായാലും ഇപ്പോഴായാലും ഗേളിന് ഒരു സെക്ഷുവൽ തിങ് ആയിട്ട് ആണ് കണ്ടുവരുന്നത് ഏതൊരു മേഖല എടുത്താലും. അപ്പോൾ ഇതിനൊരു മാറ്റം ഇപ്പോൾ സിനിമ മേഖല ആയാലും ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇതിന് തരണം ചെയ്യാൻ പറ്റുക? ഇതിന് തരണം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഫ്രീഡം ഇല്ലാതെ ബോയ്സിന്റെ ചിന്താഗതി മാറ്റാണ്ട് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് ഇത് ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടായിട്ടില്ല? ഗുഡ് ഫ്രണ്ട്സിന്റെ ഇടയിൽ ആരും ഉണ്ടായിട്ടൊന്നുമില്ല? ഉണ്ടായിട്ടില്ല. സ്ട്രേഞ്ചർ ആയിട്ട് വ്യക്തി വന്ന് സെക്ഷുവലി നിങ്ങളുടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? സ്ട്രേഞ്ചർ ചോദിച്ചു സ്ട്രേഞ്ചർ നമ്മള് പറ്റില്ല എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ഈ ഒരു സമൂഹത്തിലുള്ള പെൺകുട്ടി അങ്ങനെ പറ്റില്ല എന്നല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബസ്സിലൊക്കെ വെച്ച് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ റിയാക്ട് ചെയ്യാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോ ഇപ്പം ചില പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. കൂടുതൽ എക്സ്പീരിയൻസ് പുറലോകമായിട്ട് എക്സ്പീരിയൻസ് ഇല്ലാതൊക്കെ ഇരിക്കുന്നവർക്ക് അങ്ങനെ അറിഞ്ഞുകൂടാ എന്താണ് പറയേണ്ടത്. ചിലർ അത്ര ബോൾഡ് അല്ല, അതുകൊണ്ടായിരിക്കും. ഇപ്പൊ റീസെന്റ് ഇപ്പൊ നമ്മുടെ സിനിമയിലായാലും പല സ്ഥലത്തായാലും ഈ ഒരു റേപ്പ് സംഭവം ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ എന്തായിരിക്കും ഒരു ഗേൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? അതിപ്പോ ഇവിടുത്തെ ആണുങ്ങളുടെ സ്വഭാവം തന്നെയാണ് പ്രശ്നം അതില്. അങ്ങനെ കാരണം അത് വീട്ടിൽ നിന്ന് തന്നെ ആൺകുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അതാണ് ചെയ്യാൻ പറ്റുന്നത്.